ഫിഷ് മാംഗോ കറി ഒരു തവണ നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ വേറെ ടൈപ്പ് മീൻ കറി ഒന്നും ഉണ്ടാക്കൂല കേട്ടോ. അത്രയും അഡിക്റ്റായി പോവും. അപ്പോൾ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള 1-ാം പാല് 1/2 കപ്പും 2-ാം പാല് 1.5 കപ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു മൺചട്ടിയിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് ഒരു 12 ചെറിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കാം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിലിട്ടാൽ മതി, കരിഞ്ഞു പോകരുത് കേട്ടോ മസാലപ്പൊടികളൊന്നൊക്കെ. അതിനുശേഷം നമുക്കതിലേക്ക് തേങ്ങയുടെ 2-ാം പാല് 1.5 കപ്പ് 2-ാം പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് മാങ്ങ, തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള മാങ്ങ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ സ്ലൈസ് ചെയ്തത് അങ്ങനെ തന്നെ മാങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വരുന്ന സമയത്ത് വേണം അതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മീനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഓവർ പുളിയുള്ള മാങ്ങയല്ല കേട്ടോ എൻ്റേത്, ചെറിയൊരു പുളിയോട് കൂടിയിട്ടുള്ള ഒരു മാങ്ങയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിക്കനുസരിച്ച് പുളി കൂടാനും പാടില്ല കുറയാനും പാടില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫിഷൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത്, ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫിഷ് നന്നായി കുക്കായതിന് ശേഷം നമുക്കതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കരുത്, ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണും കൂടി നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. വെളിച്ചെണ്ണ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കി ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് എടുത്താൽ മതി, ഇപ്പോൾ തന്നെ എടുക്കണ്ട. കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ ഇവിടെ ചോറിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.